ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാ ക്രിയേറ്റേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മോണിറ്റൈസ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിക്കോട്ടെ, ചാനൽ മോണിറ്റൈസ്ഡ് ആയവരായിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. മുമ്പ് പറഞ്ഞതാണ് റിയൂസ്ഡ് കണ്ടന്റ്, ആ കാര്യമല്ല പറയാൻ പോകുന്നത്. റിയൂസ്ഡ് കണ്ടന്റ് എന്താണ്, എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, എല്ലാം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞത് മിസ്ലീഡിങ് മെറ്റാഡാറ്റനെ കുറിച്ചിട്ടാണ്. മിസ്ലീഡിങ് മെറ്റാഡാറ്റ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം സൈറ്റാണ്. അതിൽ അവരുടേതായിട്ടുള്ള ഒരു മെസ്സേജ് മിസ്ലീഡിങ് മെറ്റാഡാറ്റ, മിസ്ലീഡിങ് കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ പരമായിട്ടുള്ള കാര്യം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിൽ മിസ്ലീഡിങ് കണ്ടന്റ് വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പോയിന്റുകളുണ്ട്, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കാം, മിസ്ലീഡിങ് മെറ്റാഡാറ്റ. അതായത് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മിസ്ലീഡിങ് മെറ്റാഡാറ്റ, ഇങ്ങനെയുള്ള പ്രോബ്ലം വരാണ്ടിരിക്കാൻ. അതായത് ഏതെല്ലാമൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ടൈറ്റിൽ, തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, ദാറ്റ് ട്രിക്ക് യൂസേഴ്സ്. ഈ പറയുന്ന ഈ 3 കാര്യത്തിലും യൂസേഴ്സ് ആയിട്ടുള്ളവർ ട്രിക്ക് ചെയ്യുന്നുണ്ട്. തംബ്നെയിൽ, നമ്മൾ വീഡിയോയിൽ ഒരു കാര്യം പറയുമ്പോൾ തംബ്നെയിൽ വേറൊരു കാര്യം, അതായത് ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോസിൽ അത്തരത്തിൽ കാര്യം പറയുന്നില്ല. തംബ്നെയിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം വീഡിയോസിൽ പറയുന്നില്ല, പക്ഷേ തംബ്നെയിൽ ക്ലിക്ക് ബൈറ്റ് ആണ്. അതുപോലെ ടൈറ്റിൽ, അതും മിസ്ലീഡിങ് ആയിട്ട്, അതായത് ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ള കാര്യം വീഡിയോയുമായിട്ട് യാതൊരു അനുയോജ്യവുമില്ല. അങ്ങനെ ആ ഒരു വീഡിയോയ്ക്ക് വ്യൂസ് വർദ്ധിക്കാൻ വേണ്ടി, ആളുകളുടെ മുന്നിലേക്ക് കൂടുതൽ എത്തിപ്പെടാൻ വേണ്ടി, ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ തംബ്നെയിലും ടൈറ്റിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ യൂട്യൂബിനെ പറ്റിക്കുന്ന പോലെ, അതുപോലെ തന്നെയാണ് ടൈറ്റിലും തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും യൂട്യൂബിനെ പറ്റിക്കുന്ന പോലെയും ആളുകളെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരെ പറ്റിക്കുന്ന പോലെയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്ലീഡിങ് മെറ്റാഡാറ്റയാണ്. ഓക്കെ, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവില്ല. മിസ്ലീഡിങ് മെറ്റാഡാറ്റ എന്നുള്ള പ്രോബ്ലം അവിടെ ആ മോണിറ്റൈസേഷൻ ടാബിൽ വരുന്നതായിരിക്കും. അതാണ് ആദ്യത്തെ പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇൻസെന്റിവിഷൻ സ്പാം. അതായത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് ദാറ്റ് സെല്ലേഴ്സ് എൻഗേജ്മെന്റ് മെട്രിക്സ് സച്ച് ആസ് വ്യൂസ്, ലൈക്ക് ആൻഡ് കമൻസ്. ഓക്കെ, അതായത് ലൈക്ക്, കമൻസ്, വ്യൂസ്, ഇതെല്ലാം മെട്രിക്, അതായത് ശരിയായ രീതിയിലല്ലാതെ, അതായത് വല്ല സൈറ്റുകളിലൂടെയോ വല്ല പാനലിലൂടെയോ ഒക്കെ വാങ്ങുന്ന അത്തരത്തിലുള്ള വ്യൂസ്, അത്തരത്തിൽ ലൈക്ക്, കമൻസ് ഒക്കെ വാങ്ങുന്ന അങ്ങനെയുള്ള ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ ഒരു മിസ്ലീഡിങ് മെറ്റാഡാറ്റയിൽ പെടുന്നതായിരിക്കും. അങ്ങനെയുള്ള ചാനലിനും പ്രോബ്ലം വരുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പാനലൊക്കെ ഉണ്ട്, അതുപോലെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ വാങ്ങുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ചാനലിന്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് വീഡിയോ സ്പാം. വീഡിയോ സ്പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടന്റ് ദാറ്റ് പ്രോമിസസ് വ്യൂവേഴ്സ് ദേ വിൽ സീ സംതിങ് ബട്ട് ഡയറക്റ്റ് ദം ഓഫ് സൈറ്റ്. അതായത് ശരിയായിട്ടുള്ള സൈറ്റ് അല്ലാതെ, അതായത് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ശരിയായ സൈറ്റിനെ കുറിച്ചിട്ടൊന്നും അല്ല പറയുന്നത്. ഒരുപാട് പ്രോമിസ് ചെയ്യുന്നുണ്ട്, ആ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും. ഒരുപാട് സ്പോൺസർഷിപ്പൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ സ്പോൺസർഷിപ്പിൻ്റെ, അതായത് ഇത് ഇൻക്ലൂഡ് ആണ് എന്നുള്ള ടിക്ക് മാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ സേഫ്റ്റി ആയി യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ, നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന തരത്തിലുള്ള വല്ല സൈറ്റിനെ കുറിച്ച് പറയുക, വല്ല വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, എന്തെങ്കിലും ഒരു അപകടം വരുന്ന രീതിയിലുള്ള ആ ഒരു ഭാഗത്തേക്ക് അയക്കുക, വ്യൂവേഴ്സിനെ ആ ഒരു സൈറ്റിലേക്ക് അയക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചോളൂ. നിങ്ങളുടെ ചാനലിൽ ഒന്നും പറ്റില്ല, നിങ്ങളുടെ മൊബൈലിനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ സൈറ്റുകളിനെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സത്യസന്ധത പുലർത്താത്ത അത്തരത്തിലുള്ള കണ്ടന്റ് ചെയ്യുന്ന, അതെല്ലാം മിസ്ലീഡിങ് മെറ്റാഡാറ്റ, മിസ്ലീഡിങ് ഈ ഒരു പ്രോബ്ലത്തിൽ വരും. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ സ്കാം, അതായത് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റാണ് സ്കാം. ഇവിടെ കണ്ടന്റ് ഓഫറിങ് ക്യാഷ് ഗിഫ്റ്റ്, അതായത് ക്യാഷ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഓഫറുകൾ, നിങ്ങൾക്ക് അത് നിങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്ത് ഇത്ര ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ഇവിടെ പറയുന്നുണ്ട് പിരമിഡ് പോലെ, അതായത് ഗെറ്റ് റിച്ച് ക്വിക്കായിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് ക്യാഷ് സമ്പാദിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള തംബ്നെയിലോട് കൂടിയിട്ടൊക്കെ പെട്ടെന്ന് അങ്ങനെ വ്യൂവേഴ്സിന് അങ്ങോട്ട് ആ ഒരു എനർജി കൊടുക്കുന്ന പോലെയുള്ള അത്തരത്തിലുള്ള കണ്ടന്റുകൾ. പിന്നെ പിരമിഡ് പോലെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പിരമിഡും പിന്നെ സ്കീം പോലെ, മണി ചെയിൻ എന്നുള്ള പോലെ തന്നെ വലതും ഇടതും ആളുകളെ ചേർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പിരമിഡ് പോലെ പോയിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു വീഡിയോസുകളും സ്കാമിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്യാഷിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുക. ക്യാഷ് കൂടുതൽ കിട്ടും, ക്യാഷിന് വേണ്ടി ഇത്തരത്തിൽ വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ്,
അങ്ങനെയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള വീഡിയോസും സ്പാം ഇത്തരത്തിൽ മിസ്ലീഡിങ് മെറ്റാഡാറ്റ ആ ഒരു പ്രോബ്ലത്തിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു വാണിംഗ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. വാണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യൂസും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് കമൻസ് ഇതെല്ലാം ഈ പാനൽ അതെല്ലാം വല്ല വെബ്സൈറ്റിലൂടെയൊക്കെ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരുപാട് സർവീസൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്, അതായത് വാച്ച് ടൈമിൻ്റെ സർവീസ്. ഓക്കെ, അത് ഇതുപോലെയുള്ള പാനലിലൂടെ വെബ്സൈറ്റ് മുഖാന്തരമൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ മിസ്ലീഡിങ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതും കൂടി പറഞ്ഞു തരാം. നമ്മുടെ ഫാമിലിയിൽ നമ്മളെ വിശ്വസിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. എന്നെ വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഒന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ക്യാഷ് വാങ്ങി നമ്മൾ ഇത്തരത്തിൽ സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെല്ലാം തൃപ്തരാണ്. ഓക്കെ, എന്നോട് ആരൊക്കെ ക്യാഷ് തന്ന് ഓരോ സർവീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം തൃപ്തരാണ്, അതിൽ ഞാൻ സന്തുഷ്ടനാണ്. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും എന്നോട് വരുന്നത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആകുമ്പോൾ അവരുടെ സന്തോഷം എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, ഓരോരോ ഗ്രാഫ് ഇത്തരത്തിൽ മാറിപ്പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേര് ഇത്തരത്തിൽ താങ്ക്സ്, എല്ലാവരുടെയും ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് പേര് നമ്മളോട് ഇത്തരത്തിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി അവരുടെ ചാനൽ മോണിറ്റൈസ് ആക്കി അവരുടെ സന്തോഷം എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് സന്തോഷം എന്ന് വെച്ചാൽ അവരുടെ ചാനൽ മോണിറ്റൈസ് ആകണം. ഏതൊരു വ്യക്തിയുടെയും ഫസ്റ്റത്തെ ഒരു അംബീഷനാണ് എൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ആകണം എന്നുള്ളത്. അത് പേഡിലൂടെയും ചെയ്യാൻ പറ്റും. പക്ഷേ ചാനൽ, ഞാൻ ഒരു കാര്യം കൂടി പറയണം, എന്താണെന്ന് വെച്ചാൽ ചാനൽ നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും, എനിക്ക് വ്യൂസ് കയറ്റാൻ പറ്റും. എൻ്റെ വീഡിയോ കണ്ടൻറ്റ് നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവന്ന് എനിക്ക് നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളവർ മാത്രം ഇത്തരത്തിൽ വാച്ച് വേഴ്സ് ചെയ്താൽ മതി. പെയ്ഡായിട്ട് ചെയ്യുമ്പോൾ പലവരും ചെയ്തു കൊടുക്കുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയാണ്, ഒരുപാട് പേര് ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ട്രസ്റ്റായിട്ടുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ മാത്രം ഏൽപ്പിക്കുക. ചാനൽ പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് പറയുന്നവരെ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ക്യാഷും കൊടുക്കുന്നു, നിങ്ങളുടെ ചാനലും പോകുന്നു, പിന്നെ നിങ്ങൾക്ക് അവിടെ യാതൊരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ ആ കാര്യത്തിന് നിൽക്കാതിരിക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം പറയട്ടെ, ഒരു ക്യാഷും മുടക്കരുത്, നല്ല രീതിയിൽ എഫേർട്ട് ചെയ്ത് വീഡിയോസ് ഇടുക. കുറച്ച് സമയം ലേറ്റ് ആവും തന്നെ ഉള്ളൂ, ഒരു വർഷമൊക്കെ ആവും, ചിലപ്പോൾ 1.5 വർഷമാകും, ചിലപ്പോൾ 6 മാസമാകും. 2 ആഴ്ച കൊണ്ട് വരെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ഒരു ചാനലുണ്ട്, എൻ്റെ ബ്രദറിൻ്റെയാണ്. 2 ആഴ്ച കൊണ്ടായുള്ളൂ, നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇട്ടു, നല്ല രീതിയിൽ തന്നെ ഗ്രോ ആയി. അതൊക്കെ ആ ഒരു ചാനലിൻ്റെ അടിസ്ഥാനം, അതായത് ആ ചാനൽ എത്രത്തോളം നമുക്ക് ഗ്രോ ചെയ്യണമെന്നുള്ള നമ്മുടെ മനോഭാവമാണ്. നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് ചെയ്താൽ വിജയിക്കാൻ പറ്റും. അതല്ല എൻ്റെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആവണം എന്നുണ്ടെങ്കിൽ പേഡിലൂടെ ഇത്തരത്തിൽ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, സബ് കംപ്ലീറ്റ് ചെയ്യാം, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി തരാം. മോണിറ്റൈസ് ആയാലും നമ്മുടെ എഫേർട്ടാണ് അതിൽ ഡോളർ കയറുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ എഫേർട്ട് എന്ന് വെച്ചാൽ ആരുടെ ചാനലാണ് മോണിറ്റൈസ് ആവുന്നത് അവരുടെ എഫേർട്ടാണ്. വീഡിയോസ് ഇട്ട് കൂടുതൽ റീച്ച് കൊണ്ടുവരണം, കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് എത്തണം. കൂടുതൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിയാലേ നമുക്കതിൽ നിന്ന് ഡോളർ കിട്ടുള്ളൂ. 5, 10, 20, 30 വ്യൂസ് വന്ന ഒരു വ്യക്തി പെട്ടെന്ന് സബും വാച്ച് അവറും കംപ്ലീറ്റ് ആക്കി എൻ്റെ ചാനൽ മോണിറ്റൈസ് ആക്കി വെച്ചിട്ട് പിന്നീട് എനിക്ക് ഡോളർ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമം ഉണ്ടാവാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. വാച്ച് അവറും സബും കയറ്റിത്തരാം എന്ന് പറഞ്ഞവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരില്ല. ക്യാഷ് വാങ്ങണം, നിങ്ങളുടെ എന്താണോ ആ സർവീസ് അവിടെ ചെയ്തു തരണം, അതോടെ പിടുത്തം പെടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും അണിമണി തൂക്കം വ്യത്യാസമില്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. ക്യാഷ് മുടക്കാൻ എളുപ്പമാണ്, ക്യാഷ് കൊടുക്കാനും എളുപ്പമാണ്. പക്ഷേ ആ സർവീസ് കഴിഞ്ഞിട്ട് പിന്നീട് ഡോളർ കയറുന്നില്ല എന്ന് വിചാരിച്ച് കയ്യും കുത്തി എപ്പോൾ കയറും ഒരു ഡോളർ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ വരുന്ന 1000, 2000, 3000 ഒക്കെ വ്യൂസ് വരുന്ന ഒരു ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വാച്ച് അവർ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോയുടെ ആ ഒരു ഡോളറൊക്കെ അപ്ഡേറ്റ് ആയി കയറുകയും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വാച്ച് അവറുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലും കൂടി ഞാൻ ഇതിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ള പോയിന്റുകളൊന്നും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ചാനലിൽ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുക. ഓക്കെ, യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങളും അൽഗോരിതം ഒക്കെ ശക്തമാണ്. നമ്മുടെ ചാനലിൽ പിടിവള്ളി വീണ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചാനൽ ടേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത എഫേർട്ട് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്നതും. അത് ഒരു അവയർനെസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുള്ള കരുതലോടുകൂടി, യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.